ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സംടൈംസ് സിംപ്ലി കുക്കിംഗ്. ഇന്ന് നമുക്ക് ചിക്കൻ വിങ്സ് രണ്ട് രീതിയിൽ ഫ്രൈ ചെയ്തെടുക്കാം. ഒന്നൊരു ചൈനീസ് ടച്ച് ഉള്ളതും ഒന്നൊരു നാടൻ ടച്ച് ഉള്ളതും. അപ്പം നമുക്ക് ആദ്യം ചിക്കൻ വിങ്സ് ഒക്കെ ഒന്ന് കഴുകിയെടുക്കാം. എനിക്കിവിടെ 1 കിലോ ചിക്കൻ വിങ്സ് ആണ് കിട്ടിയത്. അപ്പോൾ അതൊക്കെ കഴുകി മാറ്റി ഇതിൽ നിന്ന് പകുതി പോർഷൻ മാത്രമേ ഞാനിവിടെ ഫ്രൈ ചെയ്യാൻ എടുക്കുന്നുള്ളൂ. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഞാനിവിടെ ചിക്കൻ വിങ്സൊക്കെ കഴുകി ഉപ്പും മുളകും മഞ്ഞളും തിരുമ്മി അല്പസമയം മുമ്പേ ഒന്ന് മാറ്റി വെച്ചതാണ്. പിന്നെ ബാക്കി സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ മല്ലിയിലയും പുതിനയിലും ഓരോ പിടി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കഷ്ണം ചെറുനാരങ്ങാ നീരും, പിന്നെ ഒരു കഷ്ണം ഇഞ്ചിയും, ഒരു 5-6 അല്ലി വെളുത്തുള്ളിയും, ഒരു കഷ്ണം സവാളയും. ഇത്രയും സാധനങ്ങളാണ് ഞാൻ എടുത്തേക്കുന്നത്. അപ്പം നമുക്കിനി ഇതിലേക്ക് വേണ്ട പൊടികൾ കൂടെ നോക്കാം. ഒരു 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട്. കൂടെ തന്നെ 1/4 ടേബിൾ സ്പൂൺ ഗരം മസാല പൊടിയും, പിന്നെ 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലിപ്പൊടിയും. കാശ്മീരി ചില്ലിപ്പൊടിയൊക്കെ ചേർക്കുമ്പോൾ നല്ല കളർ ഉണ്ടാവും നമ്മുടെ ചിക്കൻ ഫ്രൈക്ക്. പിന്നെ 1 ടേബിൾ സ്പൂൺ നമ്മുടെ കോൺഫ്ലവർ പൊടി, 1 ടേബിൾ സ്പൂൺ മൈദാപ്പൊടി, പിന്നെ 1 ടേബിൾ സ്പൂൺ തന്നെ നല്ല എരിവുള്ള മുളക് പൊടി കൂടെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം നമുക്കൊന്ന് യോജിപ്പിച്ചെടുക്കാം. അല്പം ചെറുനാരങ്ങ നീര് കൂടെ ചേർത്ത് കൊടുക്കാം. ചെറുനാരങ്ങ നീരൊക്കെ ചേർക്കുമ്പോൾ ചിക്കൻ നല്ല സോഫ്റ്റായി കിട്ടും. പിന്നെ നമുക്ക് ഇവിടെ എടുത്ത് വെച്ച ഈ വെളുത്തുള്ളിയും ഇഞ്ചിയും സവാളയും പിന്നെ നമ്മുടെ മല്ലിയിലയും പുതിനയിലയും ഒക്കെ നമുക്കൊന്ന് അരച്ച് ഒരു പേസ്റ്റ് രൂപത്തിലാക്കി എടുക്കാം. അപ്പം നമ്മൾ ഈ ചിക്കനൊക്കെ ഒന്ന് യോജിപ്പിച്ചെടുത്ത് അതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ച ആ പേസ്റ്റ് കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. അതും ചേർത്ത് കൈ വെച്ച് നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കുക. ആ ചിക്കൻ്റെ എല്ലാ ഭാഗങ്ങളിലും നമ്മുടെ ഈ പേസ്റ്റ് എത്താവുന്ന രീതിയിൽ നല്ലതുപോലെ ഒന്ന് തിരുമ്മി യോജിപ്പിച്ച് കൊടുക്കുക. നമ്മളിങ്ങനെ തിരുമ്മി യോജിപ്പിച്ച് വെച്ച ചിക്കൻ ഒരു 15 മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. നിങ്ങൾക്ക് ഏത് എണ്ണയാണോ ഇഷ്ടം ആ എണ്ണ അനുസരിച്ച് നമുക്ക് എടുക്കാം. അപ്പോൾ അതിലേക്ക് നമ്മൾ നേരത്തെ തിരുമ്മി യോജിപ്പിച്ച് വെച്ച ചിക്കൻ കൂടെ ചേർത്ത് കൊടുക്കാം. ചിക്കൻ ഇവിടെ ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് നല്ലതുപോലെ ഒന്ന് മൊരിച്ചെടുക്കുക. 2 സൈഡും തിരിച്ച് മറിച്ചൊക്കെ നല്ലതുപോലെ ഒന്ന് മൊരിച്ചെടുക്കാം. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന 2 റെസിപ്പിയാണിത്. ഒന്ന് ഒരു സ്വീറ്റ് ടേസ്റ്റ് ഉള്ളതാണ്. എനിക്കൊന്ന് കുട്ടികൾക്കൊക്കെ വളരെ അധികം ഇഷ്ടമാവും. ഒന്നൊരു ഹോട്ട് ടേസ്റ്റ് ഉള്ളതാണ്. അപ്പോൾ ഇത് രണ്ടും എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. അപ്പം നമ്മുടെ ചിക്കനൊക്കെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ ഞാൻ എല്ലാ പീസും ഫ്രൈ ചെയ്തെടുക്കുകയാണ്. നമുക്ക് ഈ ചിക്കൻ ഒരു സ്വീറ്റ് ചിക്കൻ ആക്കി എടുക്കാം. അതിനായിട്ടൊരു ചൂട് കട്ടിയുള്ള പാത്രം എടുത്തിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. നമ്മൾ നേരത്തെ ചിക്കൻ വറുത്ത ഓയിൽ തന്നെയാണ് എടുത്തേക്കുന്നത്. അതിലേക്ക് ഒരു കഷ്ണം ഇഞ്ചി, അതായത് വളരെ ചെറിയൊരു കഷ്ണം മതി, അത് ചെറുതായിട്ട് കൊത്തിയരിഞ്ഞത്. പിന്നെ ഒരു 2-3 വെളുത്തുള്ളി, അതും ചെറുതായിട്ട് കൊത്തിയരിഞ്ഞത്. എനിക്കിവിടെ ചിക്കൻ പീസുകൾ വളരെ കുറവായതുകൊണ്ടാണ് ഞാൻ ഇത്രയും മാത്രം എടുത്തേക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഇതൊക്കെ മാറ്റി മറിച്ചെടുക്കാം. പിന്നെ നമ്മുടെ കയ്യിൽ സെലറി ആണോ സ്പ്രിംഗ് ഓണിയൻ ആണോ എന്താണോ ഉള്ളത് അതും കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ മതി, കരിഞ്ഞു പോവാതെ അതിൻ്റെ ഒരു ഫ്ലേവർ ആ എണ്ണയിലോട്ടൊന്ന് ഇറങ്ങി കിട്ടിയാൽ മതി. പിന്നെ നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കാം. നമ്മുടെ കയ്യിൽ ടൊമാറ്റോ കെച്ചപ്പ് ഉണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ 1/2 ടേബിൾ സ്പൂൺ സോയാ സോസ്, പിന്നെ 1 ടേബിൾ സ്പൂൺ ഹണി ഇവിടെ ഞാൻ ചേർത്തിട്ടുണ്ട്, അതെൻ്റെ അടുത്ത് സ്കിപ്പായിപ്പോയി. അപ്പോൾ അതുകൂടെ ചേർത്ത് നമ്മുടെ അതിലേക്ക് ചിക്കനും കൂടെ അപ്പം തന്നെ ചിക്കനും ഇടണം. ടൈം തീരെ വേസ്റ്റ് ചെയ്യാതെ അതിലേക്ക് അപ്പം തന്നെ ചിക്കനും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ആ ചിക്കനിൽ നമ്മൾ ഒഴിച്ച സോസുകളൊക്കെ ഒന്ന് പെരളുന്ന രീതിയിൽ ഒന്ന് നമുക്ക് ഇളക്കിയെടുക്കാം. എന്നിട്ട് അധിക സമയമൊന്നും വെക്കണ്ട, അപ്പം തന്നെ തീ ഓഫ് ചെയ്യുകയും ചെയ്യാം. ആ പാനിൻ്റെ ചൂടിൽ തന്നെ അതൊക്കെ ഒന്ന് ജസ്റ്റ് അതിലോട്ട് പിടിച്ച് കിട്ടിക്കാണ്. അപ്പം നമ്മുടെ സ്വീറ്റ് ചിക്കൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. പിന്നെ നമ്മുടെ സാധാരണ നോർമൽ ചിക്കൻ, അതായത് നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്ത് അതേ രീതിയിൽ തന്നെയാണ് നമ്മൾ രണ്ടാമത്തെ ചിക്കൻ ഇവിടെ സെർവ് ചെയ്യുന്നത്. അപ്പോൾ ഈ 2 ചിക്കനും നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും. കുട്ടികൾക്ക് പ്രത്യേകിച്ച് ഈ സ്വീറ്റ് ചിക്കൻ ഇഷ്ടമാവും. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ ഈ കുഞ്ഞു ചിക്കൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ നിങ്ങളുടെ വിലയേറിയ കമൻറ്റും അറിയിക്കണം.